അതായത് ഇറ്റലിയിലും മിലാനിൽ നടക്കുന്ന ഓട്ടോ ഷോയിൽ TVS ചില മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കാൻ സാധ്യത. ഇതിനകത്ത് BMW ട്വിൻസിന്റെ മോട്ടോർ സൈക്കിളായ 450 GS അൺവീൽ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നോട്ടന്റെ പുതിയ മോട്ടോർ സൈക്കിളും അൺവീൽ ചെയ്യുന്നതായിരിക്കും. ഈ BMW TVS ആയിട്ടുള്ള കൊളാബറേഷനിൽ തന്നെ 450 ആയിട്ടുള്ള ട്വിൻസിന്റെ എഞ്ചിൻ മേ ബി ചിലപ്പോൾ ആ എഞ്ചിൻ വെച്ചുള്ള TVSന്റെ ഒരു മോട്ടോർ സൈക്കിൾ അൺവീൽ ചെയ്യുന്നുണ്ടാവാം. ഇനിയിപ്പോ ബജാജ് മാത്രമേ ഉള്ളൂ ഐക്മ മോട്ടോർ ഷോയിൽ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കാനുള്ളൂ. KTMലൂടെ ബജാജിന് നിസ്സാരമായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടോ അവരത് ചെയ്യുന്നില്ല. മേ ബി ഐക്മ ഓട്ടോ ഷോയിൽ TVS ഇലക്ട്രിക് വെഹിക്കിളും അൺവീൽ ചെയ്തേക്കാം. ഇതിനുശേഷമായിരിക്കും നോട്ടന്റെ ഇന്ത്യൻ അരങ്ങേറ്റവും നടക്കാൻ പോകുന്നത്. എന്തായാലും നോട്ടന്റെ ഇന്ത്യൻ അരങ്ങേറ്റം 2026 അവസാനത്തോടു കൂടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇതിനകത്ത് പുതിയ മോട്ടോർ സൈക്കിളുകൾ ഉണ്ടാവും. നിലവിലുള്ള നോട്ടന്റെ മോട്ടോർ സൈക്കിളുകളും ഇന്ത്യയിൽ അവതരിപ്പിക്കും. നിലവിൽ നോട്ടന്റെ ഡീലർഷിപ്പ് ഒന്നും TVS ഇന്ത്യയിൽ ഓപ്പൺ ആക്കിയിട്ടില്ല. നിങ്ങൾ നോട്ടൺ മോട്ടോർ സൈക്കിളിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ ബ്രാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ഞാൻ ഉദ്ദേശിക്കുന്ന വിലയിലായിരിക്കില്ല നോട്ടൺ മോട്ടോർ സൈക്കിളിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നവംബർ 4-9 ദിവസങ്ങളിൽ ഐക്മ ഓട്ടോ ഷോയിൽ TVS എന്താണ് നമുക്ക് നൽകാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി